നമസ്കാരം, ഇടുക്കി ബഡ്ഡിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് പാമ്പനാൽ വെള്ളച്ചാട്ടത്തിലാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്രതീക്ഷിതമായി കണ്ട ഒരു മനോഹരമായ വെള്ളച്ചാട്ടം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ്. പാലായിക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹരമായ വെള്ളച്ചാട്ടമാണിത്. സാധാരണ വെള്ളച്ചാട്ടം എന്ന് പറയുന്ന മലയുടെ മുകളിൽ നിന്ന് കുത്തിയൊലിച്ചൊഴുകുന്ന വെള്ളമായിരിക്കും. എന്നാൽ ഇത് ശാലീന സുന്ദരമായൊരു വെള്ളച്ചാട്ടം എന്ന് തന്നെ പറയാം. ഈ ഭാഗത്തുകൂടി കടന്നു പോകുമ്പോൾ പല പ്രാവശ്യവും പാമ്പനാൽ വെള്ളച്ചാട്ടം എന്ന ബോർഡ് കണ്ടിട്ടുണ്ട്. അങ്ങനെ അപ്രതീക്ഷിതമായ ഒരു യാത്രക്കിടയ്ക്ക് ഞാനും എൻ്റെ 2 സുഹൃത്തുക്കളും കൂടിയാണ് ഈ വെള്ളച്ചാട്ടം സന്ദർശിക്കാൻ വേണ്ടി എത്തിയത്. ഇങ്ങോട്ടേക്കുള്ള സന്ദർശന വേളയിൽ ഞാൻ വിചാരിച്ചത് വെറുതെ ഒന്ന് വന്ന് കണ്ടു പോകുക എന്നത് മാത്രമാണ്. എന്നാൽ ജീവിതത്തിലെ മനോഹരമായ ഓർമ്മകൾ സമ്മാനിക്കുന്ന ഒരിടമായി ഇത് മാറിയത് അപ്രതീക്ഷിതമായാണ്. മെയിൻ റോഡിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ 3-4 കിലോമീറ്റർ സഞ്ചരിക്കേണ്ടതുണ്ട്. കുത്തനെയുള്ള കയറ്റവും ഇറക്കവും വളവുകളും തിരിവുകളുമുള്ള വഴിയാണ് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത. പുറം ലോകവുമായി അധികം ബന്ധമൊന്നുമില്ല എന്നതും ഈ സ്ഥലത്തിൻ്റെ മാത്രം മറ്റൊരു പ്രത്യേകതയാണ്. എനിക്ക് തോന്നുന്നത് സമീപവാസികളായ ആൾക്കാർക്ക് പോലും ഈ വെള്ളച്ചാട്ടത്തെക്കുറിച്ച് അധികം അറിയില്ല എന്നാണ്. എന്തായാലും വണ്ടി വഴി സൈഡിൽ ഒതുക്കി ഞങ്ങൾ 3 പേരും കൂടി വെള്ളച്ചാട്ടത്തിലേക്ക് നടന്നു. നടന്നു വരുന്ന വഴികൾക്കിരുവശവും കാഴ്ചകൾ തന്നെയാണ്. ഞങ്ങൾ നടന്നു വരുന്ന വഴി 1-2 കുട്ടികളെ കണ്ടിരുന്നു. അവർ വെള്ളച്ചാട്ടത്തിൽ കുളി പാസ്സാക്കിയിട്ടുള്ള വരവാണ്. അപ്പോഴാണ് ഞങ്ങൾ ഓർത്തത്, ഒരു തോർത്ത് പോലും കയ്യിൽ കരുതിയിട്ടില്ലല്ലോ. എന്തായാലും സ്ഥലത്തെത്തട്ടെ, അതിനുശേഷം വരുന്നത് പോലെ നോക്കാം എന്ന് വിചാരിച്ച് ഞങ്ങൾ മുമ്പോട്ട് തന്നെ നടന്നു. അവിടെ എത്തിയപ്പോൾ തന്നെ ഞങ്ങൾ വിചാരിച്ചു, ഒന്നും നോക്കണ്ട, എങ്ങനെയെങ്കിലും ഒരു കുളി ഇവിടെ പാസ്സാക്കണം. വന്ന വണ്ടിയിൽ ആകപ്പാടെ ഉണ്ടായിരുന്ന ഒരു ടർക്കി മാത്രമായിരുന്നു. ഒന്നുമില്ലെങ്കിലും തല തോർത്താനെങ്കിലും ഉപകരിക്കുമല്ലോ. പിന്നീട് ഒന്നും നോക്കിയില്ല, ഞങ്ങളെല്ലാവരും കൂടി വെള്ളച്ചാട്ടത്തിലേക്ക് അങ്ങ് ഇറങ്ങി. കുറച്ചു നേരം ആകാശവും നോക്കി വെള്ളത്തിൽ അങ്ങനെ കിടന്നു. അധികം തണുപ്പും ചൂടുമില്ലാത്ത ആ വെള്ളത്തിൽ മുങ്ങിക്കിടക്കാൻ എന്ത് രസമാണെന്നോ. വർത്താനവും ചിരിയും കഥകളുമായി മണിക്കൂറുകൾ അവിടെ ചെലവഴിച്ചത് ഞങ്ങൾ അറിഞ്ഞില്ല. ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു സായാഹ്നമായിരുന്നു ഞങ്ങൾക്ക് 3 പേർക്കും. നേരം സന്ധ്യ ആകുന്നതിന് മുമ്പ് അവിടെ നിന്ന് മടങ്ങണമെന്നൊരു ബോധ്യം ഉള്ളതുകൊണ്ട് മാത്രമാണ് അപ്പോഴെങ്കിലും ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങാൻ തീരുമാനിച്ചത്. പിന്നെ മറ്റൊരു ഓർമ്മ കൂടി ഉണ്ടായിരുന്നു. ദുർഘടമായ പരിചയമില്ലാത്ത ഒരു വഴിയിലൂടെ വേണമല്ലോ മെയിൻ റോഡിലേക്കും എത്താൻ. എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഒരിക്കൽ കൂടി ഇവിടെ വരണമെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ 3 പേരും അവിടെ നിന്ന് മടങ്ങിയത്. ഫാമിലി ആയിട്ടൊക്കെ വരുവാണെങ്കിൽ കുട്ടികൾക്കൊക്കെ അല്പസമയം ചെലവഴിക്കാൻ കഴിയുന്ന സ്ഥലമാണ്. ധൈര്യമായി അവരെ നമുക്ക് വെള്ളത്തിൽ ഇറക്കാൻ പറ്റും. അത്ര കുറഞ്ഞ ആഴമാണ് ഇവിടെയുള്ളത്. നല്ല മഴയുള്ള സമയത്ത് വെള്ളച്ചാട്ടം കൂടുതൽ ശക്തമാകുമെന്നൊരു പ്രദേശവാസി ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ വെള്ളച്ചാട്ടം സന്ദർശിക്കുകയാണെങ്കിൽ ഈ കാര്യങ്ങൾ കൂടി മനസ്സിൽ വെക്കണേ. ഇവിടെ നിന്നുള്ള മടക്കം മനസ്സില്ലാ മനസ്സോടെയാണെന്ന് പറയേണ്ടതില്ലല്ലോ. അത്ര മനോഹരമാണ് കാഴ്ചകൾ മാത്രമല്ല, ആസ്വദിച്ചുള്ള കുളിയും മനോഹരമായിരുന്നു. ബഡ്ഡീസ, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വ്യൂസ് ലഭിക്കുന്നുണ്ട്. നമ്മുടെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദിയുണ്ട് കേട്ടോ. ഇടുക്കി ബഡ്ഡിയുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ഇടുക്കി ബഡ്ഡിയുടെ യാത്രകൾ ഇവിടെ അവസാനിക്കുന്നില്ല. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നിടം വരെ താങ്ക്